കുറേ പുസ്തകങ്ങൾ 25 പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ ഏത് തരത്തിൽ നോവൽ എത്ര എണ്ണം ഉണ്ട്? 3 നോവൽ എഴുതിയിട്ടുണ്ട്. ഏത് അത് ഇതിലൊരു നോവൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞില്ലേ സാർ, കാറ്റ് പോലെ എന്നുള്ള. പിന്നെ പണ്ണാടിച്ചി എന്നും പറഞ്ഞൊരു നോവല്, തമിഴിലെ ഒരു നോവല്. പിന്നെ നോവ എൻ്റെ മോനെ എന്നും പറഞ്ഞൊരു നോവല്. അത് തമിഴ് മലയാളവും? അതെ, രണ്ടും ഉണ്ട്. അതല്ലാതെ കുറേ കവിതകൾ ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ടീച്ചറിന്റെ ഡിക്ഷണറിയെ കുറിച്ച് പറയാം. ഇത് തമിഴ് മലയാളം ഡിക്ഷണറിയാണ്. ഇതൊരു പ്രോജക്റ്റ് ആയിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തതാണ്. അങ്ങോട്ട് കൊടുത്തു? അതെ. കേരളത്തിൽ തമിഴ് മലയാളം ഡിക്ഷണറി ഇല്ല. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും ഇല്ല. അപ്പോൾ ഞാൻ 2015 ഈ പ്രോജക്റ്റ് കൊടുത്തു. അന്നത്തെ സിൻഡിക്കേറ്റ് അത് അംഗീകരിച്ച് കുറച്ച് പൈസ തന്നു. അതിനുശേഷം പൈസയൊക്കെ നിർത്തി. ഒത്തിരി എൻ്റെ സ്വന്തം അധ്വാനത്തിൽ രാവിലെ എണീറ്റിരുന്ന് എഴുതുമായിരുന്നു. 1700 പേജുള്ള വലിയൊരു ഡിക്ഷണറിയാണ്. ഇതെങ്ങനെ ഇങ്ങനെ സാധനം ഉണ്ടാക്കിയെടുത്തേ? തമിഴ് വാക്കുകളെല്ലാം തന്നെ എടുത്തോ? ഉണ്ട്, ഓൾമോസ്റ്റ് എല്ലാ പദവും ഉണ്ട്. ഏകദേശം 40,000 വാക്കുകളുണ്ട്. അതിന്റെ മലയാളം ഈക്വലന്റ്. അത് എങ്ങനെയാണ് നമ്മൾ പറയുന്നതെന്ന് ഒന്ന് എങ്ങനെ? അത് അതിന്റെ പ്രൊനൗൺസിയേഷൻ ഇപ്പൊ തമിഴിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിനെ ഇപ്പൊ സാർക്ക് ഇത് തമിഴിൽ വായിക്കാൻ അറിയത്തില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയാം, എരിവണം എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ട്. എരിവണം എന്ന് പറഞ്ഞാൽ സാർക്ക് അത് എന്താ പറയാ, അതിന്റെ ലെറ്റേഴ്സ് അറിയാത്തത് കൊണ്ട് മലയാളത്തിൽ എരിവണം എന്ന് ഞാൻ ട്രാൻസ്ലിറ്ററേഷൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ചുടുകാട് എന്ന് പറഞ്ഞു അതിന്റെ അർത്ഥം എഴുതിയിട്ടുണ്ട്. അത് വെർബാണോ നൗണാണോ എന്ന് എഴുതിയിട്ടുണ്ട്. അത്രയും പോകും. അതായത് തമിഴ്നാട്ടിൽ ഒരു തമിഴ് വാക്ക്, അതിന്റെ ഉച്ചാരണം, അതിന്റെ യൂസേജും ഉണ്ട്, ചില സെന്റൻസസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് മലയാളികൾക്കാണ്. തമിഴ് വാക്കുകൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഒരുപാട് ഡിമാൻഡുണ്ട്. എനിക്ക് തന്നെ ഒരു 50 മെയിൽ വന്നിട്ടുണ്ട്, ഈ പുസ്തകം വന്നോ. ഗവർണറാണ്, അന്നത്തെ ഗവർണറാണ് ഇത് ചെയ്തത് സാർ, റിലീസ് ചെയ്തത്. പക്ഷേ അതാണ്ട അദ്ദേഹമാണ് റിലീസ് ചെയ്തത്. അപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അത് കൊടുക്കുകയും ചെയ്തു. പക്ഷേ യൂണിവേഴ്സിറ്റി നാളിതുവരെ അതൊക്കെ എനിക്ക് വലിയ വിഷമമാണ്. അല്ല, ഇത് ഞാൻ ആദ്യം മുഴുവൻ സ്ക്രിപ്റ്റ് കൊടുത്തു. ഇത് ഞാൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 കോപ്പി. യൂണിവേഴ്സിറ്റി ആണോ? ഇല്ല, ഞാൻ പുറത്ത് കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പ്രിന്റ് ചെയ്തു. ഒരു 10 കോപ്പി എന്തോ എടുത്തു. അത് പ്രിന്റ് ചെയ്തു. പക്ഷേ യൂണിവേഴ്സിറ്റി പ്രിന്റ് ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല സാർ, അത് ഒരു വെഞ്ചിയൻസിൻ്റെ പേര്, ഇന്ന ആളുടെ ഡിക്ഷണറി വരണ്ട. ഇതൊരു മൈൽ സ്റ്റോൺ വർക്കാണ്. അത് ഈ ഒരു വർക്ക് അവിടെയുള്ള ഒരു മലയാളം ലെക്സിക്കൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അവർ ചെയ്യണമെങ്കിൽ 23 സബ് എഡിറ്റേഴ്സ് ഉണ്ട്. 5 വർഷം കൊണ്ടാണ് ചെയ്യുന്നത്. 5 കോടി രൂപ ചിലവിലാണ് ഒരു വോള്യൂം ഇറക്കുന്നത്. ഒരാൾ ചെയ്ത വർക്കിനെ അവർ ചെയ്യാത്ത എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം. ഗവർണർക്ക് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല, ചാൻസലർക്ക്? സാർ, നമുക്ക് ഒരു പരുവാകുമ്പോഴേ സാർ പരാതി എന്ന് പറഞ്ഞ് മട്ടു പരാതിക്കാരിയാണ് അങ്ങനെ തോന്നൂല്ലേ.